നമസ്കാരം. പത്തനംതിട്ടയിൽ കോവിഡ് ബാധിതയെ ആംബുലൻസിൽ വെച്ച് പീഡിപ്പിച്ച കേസിൽ പ്രതിക്ക് ജീവപര്യന്തം ശിക്ഷ വിധിച്ചു. 1,80,000 രൂപ പിഴയും നൽകണം. 6 വകുപ്പുകളിലാണ് പത്തനംതിട്ട പ്രിൻസിപ്പൽ സെഷൻസ് കോടതി ശിക്ഷ നൽകിയിരിക്കുന്നത്. പെൺകുട്ടി പീഡനത്തിനിരയായെന്ന് അന്വേഷണത്തിൽ കണ്ടെത്തിയതും DNA ടെസ്റ്റും ആംബുലൻസിന്റെ GPS ട്രാക്കുമാണ് കേസിൽ പ്രധാന തെളിവായത്. കായംകുളം സ്വദേശിയായ ആംബുലൻസ് ഡ്രൈവർ നൌഫൽ കുറ്റക്കാരനാണെന്ന് കോടതി കഴിഞ്ഞ ദിവസം വിധിച്ചിരുന്നു. 2020 സെപ്റ്റംബർ 5-നാണ് സംഭവം നടക്കുന്നത്. കോവിഡ് കെയർ സെന്ററിലേക്ക് കൊണ്ടുപോകുന്നതിനിടെയാണ് യുവതിയെ നൌഫൽ പീഡിപ്പിച്ചത്. രോഗബാധിതയായ യുവതിയെ കോവിഡ് കെയർ സെന്ററിലേക്ക് കൊണ്ടുപോകേണ്ടതിന് പകരം ആറന്മുളയിലെ ആളൊഴിഞ്ഞ മൈതാനത്തേക്ക് തട്ടിക്കൊണ്ടുപോയി പീഡിപ്പിച്ചു എന്നാണ് പ്രോസിക്യൂഷൻ കേസ്. പീഡനശേഷം പ്രതി ക്ഷമാപണം നടത്തിയത് യുവതി മൊബൈൽ ചിത്രീകരിച്ചിരുന്നു. ഇത് കേസിൽ നിർണായക തെളിവുമായി. കനിവ് 108 ആംബുലൻസ് ഡ്രൈവറായിരുന്നു നൌഫൽ. പത്തനംതിട്ട നഗരത്തിൽ നിന്ന് കോഴഞ്ചേരിയിലെ കോവിഡ് കെയർ സെന്ററിലേക്ക് പോകുന്നതിനിടയിലായിരുന്നു പീഡനം. ആംബുലൻസിൽ നിന്ന് 2 യുവതികൾ ഉണ്ടായിരുന്നു. ഒരാളെ കോഴഞ്ചേരി ജില്ലാ ആശുപത്രിയിൽ ഇറക്കാനാണ് നിർദ്ദേശം നൽകിയിരുന്നത്. ഇതുപ്രകാരം ഒരു യുവതിയെ ആശുപത്രിയിൽ ഇറക്കി. തുടർന്ന് പീഡനത്തിനിരയായ 20-കാരിയുമായി ഇയാൾ കോവിഡ് കെയർ സെന്ററിലേക്ക് യാത്ര തുടർന്നു. യാത്രാമധ്യേ വിജനമായ സ്ഥലത്തെത്തിയപ്പോൾ പീഡിപ്പിക്കുകയായിരുന്നു.